സൗദി അറേബ്യയിലേക്ക് പോയാലേ ഈ വെള്ളം അടിക്കാൻ പറ്റും കേട്ടോ. ഇവിടെ കല്ലൂർ ജംഗ്ഷനിൽ പോയാൽ കിട്ടൂല. അതുപോലെയല്ലല്ലോ ഇവിടുന്ന് വിദേശത്തേക്ക് പോകുമ്പോൾ എല്ലാവർക്കും സൗദിയിലേക്ക് പോകുമ്പോൾ ഭയങ്കര മടിയാ പുരുഷന്മാർക്ക്. കിട്ടില്ല എന്ന് എഴുതിയിട്ടാണല്ലേ? അതെ. അങ്ങനെയല്ല, റിയാദിൽ ഇപ്പൊ തന്നെ ഒരു ഷോപ്പുണ്ട്, മുസ്ലിമുകളല്ലാത്ത ഡിപ്ലോമാറ്റുകൾക്ക് കിട്ടാൻ വേണ്ടി റിയാദിലൊരു ഷോപ്പുണ്ട്. ഇപ്പൊ സിനു ചോദിക്കാൻ കാരണം അവിടെ പോയി വെള്ളം അടിക്കാനല്ലാതെ എനിക്കറിയാം. കാരണം കഴിഞ്ഞ 2 ദിവസമായി സൗദിയിലെ ഓൺലൈൻ മീഡിയകളിൽ വലിയ ചർച്ചയാണ്. സൗദിയിൽ മദ്യനിരോധനം കഴിഞ്ഞ 73 വർഷമായിട്ട് സൗദി അറേബ്യയിൽ മദ്യനിരോധനമുണ്ട്. അത് മാറാൻ പോകും എന്നൊരു വാർത്ത ഒരു വൈൻ കമ്പനിയുടെ ബ്ലോഗിൽ വന്നു. അപ്പോൾ അത് വലിയ വാർത്തയായി. കാരണം സൗദി വലിയ മാറ്റമാണ്. സൗദി എന്ന് പറഞ്ഞാൽ നോക്കൂ, നമ്മളൊരു കാലത്ത് സൗദി അറേബ്യ എന്ന് പറയുന്ന രാജ്യത്തേക്ക് നമ്മുടെ ഇവിടെ നിന്നും ആളുകൾ പോയാൽ, സ്ത്രീകൾ പോയാൽ അവിടെ എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ തന്നെ അപ്പോൾ ഏത് മതത്തിൽപ്പെട്ടവരാണ് പർദ്ദയിടണമായിരുന്നു. അതെ, പർദ്ദയിടാതെ ഇറങ്ങാൻ പറ്റില്ല. നോൺ മുസ്ലിമുകൾ പോലും പർദ്ദയിടണമായിരുന്നു. സ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ പാടില്ല, സ്ത്രീകൾക്ക് വണ്ടി ഓടിക്കാൻ പാടില്ല, സ്ത്രീകൾക്ക് സിനിമാ തിയേറ്ററുകൾ പാടില്ല, അങ്ങനെ എന്തെല്ലാം വിലക്കുകളായിരുന്നു. അതെല്ലാം മാറ്റിയിട്ട് ഇപ്പോൾ ഡാൻസിങ്, മോഡലിങ്, ഫാഷൻ ഷോ, അല്പവസ്ത്രം ധരിച്ചിട്ടുള്ള നടക്കുന്ന ബിക്കിനിയൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഫാഷൻ ഷോ നടക്കുന്നു, സിനിമാ തിയേറ്ററുകളുണ്ട്, സ്ത്രീകൾ വണ്ടി ഓടിക്കുന്നു, സ്ത്രീകൾക്ക് സ്വത്തവകാശം കൊടുക്കാൻ പോകുന്നു. ഇങ്ങനെ വലിയ മാറ്റം സൽമാൻ MBS മുഹമ്മദ് ബിൻ സൽമാന്റെ കാലത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഉള്ളത് ഇനിയിപ്പോൾ ഒരു പ്രധാനപ്പെട്ട വിലക്കെന്ന് പറഞ്ഞാൽ ഈ മദ്യത്തിൻ്റെ കാര്യത്തിലാണ്, മദ്യനിരോധനം. അതിന് കാരണം സൗദിയിലെ ഇസ്ലാം ജനിച്ചത് സൗദി അറേബ്യയിലാണ്. സൗദിയിലെ ആണ് മക്ക മദീന മസ്ജിദുകൾ, ലോകത്തിലെ ഇസ്ലാമിൻ്റെ ഏറ്റവും വിശുദ്ധമായി അവർ കാണുന്ന മസ്ജിദുകളാണ്. അതിൻ്റെ രണ്ടിൻ്റെയും കസ്റ്റോഡിയൻ അവിടുത്തെ കിങ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇസ്ലാം വിശ്വാസപ്രകാരം സൗദിയാണ് അതിൻ്റെ അല്ല, സൗദിയാണെന്നല്ല, കള്ള് കുടിക്കാൻ പാടില്ല. അത് നിങ്ങൾ ചിരിക്കും, നമ്മുടെ എത്ര സുഹൃത്തുക്കളുണ്ട്, സുഹൃത്തുക്കളായിട്ട് നല്ല നല്ല തണ്ണി അടിച്ച് പിറ്റാവുന്ന എത്ര സുഹൃത്തുക്കളുണ്ട് ഉണ്ടല്ലോ. ഇത് കേൾക്കുന്നവർക്കും അറിയാം ഹറാമാണേ. അപ്പോൾ ഹറാമാണേ ഇതും. കേരളത്തിൽ ബാക്കിയല്ല, പർദ്ദ വേണം എന്നൊക്കെ പറയുന്നത് വീട്ടിലെ പെണ്ണുങ്ങളെ പർദ്ദ ഇട്ടുകൊണ്ട് ഇടിച്ച് നടക്കുന്ന ഒരു ചങ്ങാതി അല്ല 7 മണി കഴിഞ്ഞാൽ 4 കാലങ്ങൾ നടക്കുന്നത് എനിക്കറിയാം. അപ്പം ഈ വിശ്വാസം എന്ന് പറയാൻ അദ്ദേഹം സ്ത്രീകളെ ഏൽപ്പിച്ചിരിക്കുക, പാലിക്കേണ്ട ഉത്തരവാദിത്തം സ്ത്രീകൾക്കാണ്. ഞാൻ ഹറാമായിട്ടുള്ള കടൽവെള്ളമൊക്കെ അടിക്കും എന്നൊക്കെ അത് അങ്ങനെയാണ്. അത് വ്യക്തിപരമായ കാര്യമാണ് പോട്ടെ, എന്നാലും അതിനകത്തൊരു ഹിപ്പോക്രാറ്റിക് വ്യൂ ഉണ്ട്. മതം പാലിക്കേണ്ടത്, മതവ്യവസ്ഥകൾ പാലിക്കേണ്ടത് സ്ത്രീകളാണ്. ഞങ്ങൾ ഞങ്ങളുടെ സൗകര്യത്തിനൊക്കെ പോകും എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. ഏതായാലും ഇതിപ്പോൾ ഈ എണ്ണയ്ക്ക് പുറമെ നമ്മുടെ സമ്പദ്ഘടനയെ ശക്തിപ്പെടുത്താൻ വേണ്ടതൊക്കെ ചെയ്യണം എന്ന നിലപാട് MBSനുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഡ്രാസ്റ്റിക് ആയിട്ട് മാറ്റം. ഇപ്പം മരുഭൂമിയിലൊരു വലിയ പട്ടണം ഉണ്ടാക്കുകയാണ്, വലിയ പട്ടണം, ലോകത്തിലെ ഏറ്റവും വലിയ നഗരങ്ങളിലൊന്ന് അവിടെ MBS മരുഭൂമിയിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുക. അത് ലോകത്തിലെ എല്ലാ ആധുനിക സംവിധാനങ്ങളും എല്ലാ ലഷറും എല്ലാ വിനോദ ഉപാധികളും ഉണ്ടാവുന്ന നഗരമായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിവേഗം അതിൻ്റെ പണി നടക്കുന്നുണ്ട്. അപ്പോൾ ലോകത്തിൻ്റെ മുന്നിലേക്ക് വാതിൽ തുറന്നു കൊടുത്തിരിക്കുന്ന സൗദി അറേബ്യ മദ്യനിരോധനം മാറ്റിയേക്കും എന്നാണ് പറയുന്നത്. കാരണം 2034 വേൾഡ് സോക്കർ കപ്പ് എന്ന് വെച്ചാൽ ഫുട്ബോൾ ആണല്ലോ അല്ലേ, സൗദിയാണ് ഹോസ്റ്റ് ചെയ്യുന്നത്, ആതിഥേയത്വം വഹിക്കുന്നത് സൗദിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോകത്തുനിന്നെമ്പാടുമുള്ള ജനങ്ങൾ വരും, ടൂറിസ്റ്റുകൾ വരും. അതോടുകൂടി സൗദി ലോകത്തിലെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി 10 വർഷമില്ല 9 വർഷമുള്ളൂ, 9 വർഷം കൊണ്ട് സൗദിയെ മാറ്റിയെടുക്കണം. അതോടുകൂടി സൗദി ഒരുപക്ഷെ ഒരു അമേരിക്ക പോലെ ആവണം, അല്ലെങ്കിൽ മിനിമം ദുബായ് പോലെയെങ്കിലും ആവണം. ഇപ്പോൾ നമുക്കറിയാം ദുബായ്, ഇപ്പോൾ ഈ ഗൾഫിലെ മുസ്ലിം രാജ്യങ്ങളിൽ മദ്യം കിട്ടാത്ത 2 രാജ്യങ്ങളേ ഉള്ളൂ. ഏതൊക്കെയാണെന്നറിയോ? ഒന്ന് സൗദി അറേബ്യയും ഒന്ന് കുവൈറ്റും. ബാക്കി എല്ലായിടത്തും ഇപ്പോൾ ബഹ്റിനിലൊക്കെ പോയാൽ ഈ തലയിൽ ഇങ്ങനെ മറ്റേ ഈ അറബി മറ്റേ സാധനം ഉണ്ടല്ലോ, അത് വെച്ച് കിട്ടിയിരിക്കുന്ന ടയറിൻ്റെ കഷ്ണം പോലത്തെ സാധനം വെച്ചിരിക്കുന്ന ആളുകൾ, അതിൻ്റെ പേരെനിക്കറിയില്ല, അവരൊക്കെ അടിച്ച് ഓഫായി ഈന്തപ്പനയുടെ ചോട്ടി കിടക്കുന്നതാണ്. അത് പ്രശ്നമില്ല ബഹ്റൈനിൽ. അപ്പോൾ ഞാൻ കരുതിയിരുന്നത് ബഹ്റൈൻ. അപ്പോൾ എൻ്റെ സുഹൃത്ത് നിങ്ങൾ എന്താ പറയുന്നത്, ദുബായിയേക്കാളും ലിബറലാണ് ബഹ്റൈൻ. പക്ഷേ ഇത്തിരി ചിലവ് ഇത്തിരി കൂടുതലാണെന്ന് തോന്നുന്നു, അറിയില്ല, ഇതൊന്നും ആധികാരികമല്ല. ഞാൻ ബഹ്റൈനിൽ പോയിട്ടില്ല, ദുബായ് പോയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ദുബായിയേക്കാൾ സ്വാതന്ത്ര്യമുള്ള മദ്യമൊക്കെ കിട്ടുന്ന ദുബായ്. പക്ഷേ പനയുടെ ചോട്ടിൽ അടിച്ച് ഓഫായി കിടക്കുന്ന അറബികളെ കാണാറില്ല. പക്ഷെ ബഹ്റൈനിൽ കാണാമെന്ന് ഒരു ബഹ്റൈനിലുള്ള എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു. അപ്പോൾ അത്ര ലിബറലാണ്. അപ്പോൾ കുവൈറ്റും സൗദി അറേബ്യയിലും മാത്രമാണ് ഇപ്പോൾ കള്ള് കിട്ടാത്തതുള്ളൂ. കള്ളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ റിയാദിൽ ഡിപ്ലോമാറ്റുകൾക്ക്, മുസ്ലിമുകളല്ലാത്ത ഡിപ്ലോമാറ്റുകൾക്ക് ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഒരു പക്ഷേ ഇത് മൊത്തത്തിൽ സൗദി മുഴുവൻ വ്യാപിപ്പിക്കാൻ
മദ്യനിരോധനം എടുത്തു കളയാൻ വേണ്ടി വന്ന മക്ക മദീന പ്രദേശങ്ങളിൽ മാത്രമായിട്ട് മദ്യനിരോധനം ചുരുക്കാൻ സർക്കാർ ആലോചിക്കുന്നു എന്ന തരത്തിലുള്ള വ്യാപകമായ ചർച്ച ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ സൗദി അതേക്കുറിച്ച് ഞങ്ങൾ അങ്ങനെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല, അങ്ങനെ തീരുമാനം എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. തീരുമാനം എടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ തീരുമാനം എടുക്കില്ല എന്നൊരർത്ഥമില്ല. ഇപ്പോൾ എടുത്തിട്ടില്ല. പക്ഷേ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വാർത്ത വന്നു പറഞ്ഞാൽ ഒരു വൈൻ കമ്പനിയാണ്, നേരത്തെ പറഞ്ഞില്ല, അവരുടെ ബ്ലോഗിലാണ് വന്നത്. വൈൻ കമ്പനിക്കാർക്ക് സ്വാഭാവികമായിട്ട് അറിയാമല്ലോ പുതിയൊരു മാർക്കറ്റ് തുറക്കാൻ പോകുന്നു, എവിടെയാണ് വരാൻ പോകുന്നത് എന്നൊക്കെ കൃത്യമായിട്ട് ചർച്ചകൾ നടത്തിയിട്ടുണ്ടാവാം. ഇൻഫർമേഷൻ അവർക്കുണ്ടായി, അല്ലെങ്കിൽ അവരിങ്ങനെ സൗദി പോലുള്ള രാജ്യത്തിനെതിരെ തെറ്റായൊരു വാർത്ത കൊടുക്കാൻ സാധ്യതയില്ല. പക്ഷേ ഇത് വന്നുകൂടെ സൗദിയുടെ ഓൺലൈനിലൊക്കെ വലിയ ചർച്ചയായി. സൗദി അതിൻ്റെ നിലപാടുകൾ മാറ്റുകയാണോ, മദ്യം ഹറാമാണോ, മദ്യം ഉപയോഗിക്കുന്നതിൽ കുഴപ്പമുണ്ടോ, നമ്മുടെ രാജ്യത്തേക്ക് വരുന്ന മറ്റാളുകൾക്ക് നമ്മൾ ഇസ്ലാമിക ചര്യപ്രകാരമുള്ള മറ്റ് കർശന വ്യവസ്ഥകളൊക്കെ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ മദ്യത്തിന് വേണ്ടിയിട്ട് മാത്രം ഒരു വിലക്കിൻ്റെ ആവശ്യമുണ്ടോ? ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ആളുകൾ വരുമ്പോൾ പല രാജ്യങ്ങളുടെയും സംസ്കാരം എന്ന് പറയുന്നത് മദ്യം അവർക്ക് ഒഴിച്ചുകൂടാനാവാത്തതാണ്. രാവിലെ മുതൽ ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം ബിയർ കഴിച്ചു തുടങ്ങുന്ന രാജ്യങ്ങളൊക്കെ ഉണ്ട്, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾ. അത് തണുപ്പും കൂടെ ഒരു ഘടകമാണ്. അപ്പോൾ അവരുടെ ജീവിതശൈലിയായിട്ട് ഇടുങ്ങിച്ചേർന്ന ഒന്നാണ് ഡ്രിങ്ക്സ് കഴിക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യം കൂടെ സൗദി മാറുമ്പോൾ ലോകത്തിലെ എല്ലാ ആളുകളെയും സ്വീകരിക്കുന്ന ഒരു ലെഷർ പ്ലേസായിട്ട്, ഒരു ബിസിനസ് ഹമ്പായിട്ട് ദുബായ് മോഡലിലേക്ക് മാറുമ്പോൾ സൗദിക്ക് എങ്ങനെ ഇത് കൊടുക്കാതിരിക്കാൻ പറ്റുമെന്നുള്ള ആലോചന വ്യാപകമാണ്. അപ്പോൾ ഒരു പക്ഷേ സർക്കാർ തന്നെ ഇങ്ങനൊരു വാർത്ത കൊടുത്തിട്ട് ഇതേക്കുറിച്ചുള്ള പ്രതികരണം എങ്ങനെ വരുമെന്നുള്ള ജനങ്ങളുടെ ഒരു പൾസ് അറിയാനുള്ള ഒരു ടെസ്റ്റ് ഡോസാണോ എന്ന് സംശയിക്കുന്നവരുണ്ട്. അങ്ങനെയും വരാമല്ലോ. കാരണം വലിയ പ്രതിഷേധം വരുമോ, വലിയ അഭിപ്രായ വ്യത്യാസം വരുമോ, അതോ പൊതുവെ അത് കുഴപ്പമില്ല, വന്നാൽ കുഴപ്പമില്ല എന്നൊരു പബ്ലിക് ഒപ്പീനിയനാണ്. പബ്ലിക് ഒപ്പീനിയൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഗവൺമെൻറ് ലീക്ക് ചെയ്തു കൊടുത്ത വാർത്തയാണോ എന്ന് ഒരു സംശയമുണ്ട്. കാരണം സൗദി ഇങ്ങനെ ചെയ്യാൻ പോകുന്നു എന്ന് ഒരു ബ്ലോഗിൽ വരുന്നു. ബ്ലോഗിൽ വന്ന ഉടനെ സൗദിയിലെ മാധ്യമങ്ങൾ ഏറ്റെടുക്കുന്നു. സൗദി പോലെ കർശനമായ നിയമങ്ങളുള്ള ഒരു രാജ്യം സർക്കാർ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോകുന്നു എന്നും പറഞ്ഞ് ഒരു ചർച്ച അങ്ങനെ നടത്തുമോ? ഇല്ല, സാധ്യത കുറവാണ്. അപ്പോൾ ഒരു ചർച്ച നടക്കട്ടെ എന്ന് MBSന്റെ ഭരണകൂടം തീരുമാനിച്ചിട്ടുണ്ടാവാം, അവർ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടാവാം. എന്നിട്ട് പൊതുമൊത്തത്തിൽ ഒരു ചർച്ചയൊക്കെ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഒരു സാധനം പ്രഖ്യാപിച്ചാൽ അത് വലിയ ഷോക്കായിരിക്കും. ഇങ്ങനെ വരാൻ പോകുന്നു, ചർച്ചയുണ്ട്, അതുകൊണ്ടല്ലോ. അപ്പൊ പിന്നെ നാളെ ഒരു മദ്യഷാപ്പ് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടാണല്ലോ, വന്നല്ലോ. ഒരു പെട്ടെന്നുള്ള ഒരു ഷോക്കില്ല. അതിൻ്റെ ഒരു ഷോക്കൊക്കെ കുറയ്ക്കാനോ ഒരു അഭിപ്രായ രൂപീകരണത്തിന് വേണ്ടിയിട്ടാണോ എന്നുള്ള സംശയം പറഞ്ഞത്. ഏതായാലും സൗദിയിൽ മദ്യനിരോധനം മാറും എന്നാണ് ഈ ബ്ലോഗ് പറയുന്നത്, വൈൻ കമ്പനി പറയുന്നത്. പക്ഷേ MBS പറയുന്നത് നമുക്ക് മുമ്പ് ഒരിക്കൽ പറഞ്ഞു, റാഡിക്കലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉപേക്ഷിക്കണം. ഞങ്ങൾക്ക് ഈ പലസ്തീന് വേണ്ടിയൊന്നും ബഹളം വെക്കാൻ നേരമില്ല. റാഡിക്കൽ എന്ന് പറഞ്ഞാൽ റാഡിക്കൽ ശൈലി ഏറ്റവും കൂടുതലുള്ളത് ഇസ്ലാമിലാണ്. ഇസ്ലാമിലെ റാഡിക്കൽ കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് പിന്നെ അദ്ദേഹം പറഞ്ഞു റാപ്പിഡായിട്ടുള്ള വികസനമാണ് ഇനി സൗദിക്ക് വേണ്ടത്. സൗദി അതിവേഗം വികസിക്കണം. ലോകത്തിലെ ഏറ്റവും വികസിതമായ രാജ്യങ്ങളിലൊന്നായി സൗദി മാറണം. അതിന് അനുഗുണമാവുന്ന എല്ലാ മെറ്റീരിയൽസും, എല്ലാ വസ്തുക്കളും, എല്ലാ സുഖ സൗകര്യങ്ങളും, ആഡംബരങ്ങളും സൗദിയിൽ വേണം. അപ്പോൾ ഈ ആഡംബര ജീവിതത്തിൻ്റെ ഒരു അനിവാര്യതയാണ് മദ്യം എന്നതിൽ തർക്കമൊന്നുമില്ല. കാരണം മദ്യമില്ലാതെ എന്താഘോഷം, നിങ്ങളില്ലാതെ എന്താഘോഷം എന്ന് മോഹൻലാൽ പറയുന്നത്. മദ്യമില്ലാതെ ആഘോഷങ്ങളൊന്നുമില്ല. അത് കേരളത്തിലാണെങ്കിലും, കൊച്ചിയിലാണെങ്കിലും, കല്ലൂരാണെങ്കിലും, അമേരിക്കയിലാണെങ്കിലും, ദുബായിലാണെങ്കിലും, ഇനി നാളെ സൗദിയിലാണെങ്കിലും സൗദിക്ക് എങ്ങനെ മാറി നിൽക്കാൻ പറ്റും? അപ്പോൾ കാലം മാറുന്നതനുസരിച്ച് എല്ലാത്തിനോടും നമ്മൾ യോജിച്ച് പോകണം. അപ്പോൾ അതിനനുസരിച്ച് ഇവിടെയും കാലോചിതമായ മാറ്റം വേണം എന്ന് പോസിറ്റീവായി ചിന്തിക്കുന്നവരും ഈ ചർച്ചയിൽ പങ്കെടുക്കില്ലേ? സ്വാഭാവികമായിട്ടും ഉണ്ടാവാം. ഞാൻ പറയുന്നത് ഇപ്പോൾ കേരളത്തിൽ പോലും ഈ ഇത്തരം മാമൂലുകൾ ഉയർത്തപ്പിടിക്കുന്നുണ്ട്. മദ്യപിക്കാത്ത മുസ്ലിമുകൾ ഉണ്ടാവാം, മദ്യപിക്കുന്ന മുസ്ലിമുകൾ നല്ല ശതമാനം ഉണ്ട്, തർക്കമില്ലാത്ത കാര്യമാണ്. ഇപ്പം നമ്മളിപ്പോൾ മയക്കുമരുന്ന് കേസുകളിൽ പിടിക്കുക, ഈ മയക്കുമരുന്ന് കേസുകളിൽ ഏറ്റവും കൂടുതൽ പിടിക്കപ്പെടുന്നത് ഏത് സമുദായത്തിൽപ്പെട്ടാണെന്ന് ചോദിച്ചാൽ അവിടെ ചില ആൾക്ക് കൂടി പെട്ടും. അതുകൊണ്ട് ഞാൻ സമുദായത്തിൻ്റെ പേര് പറയുന്നില്ല. പത്രത്തിൽ വരുന്ന മയക്കുമരുന്ന് കേസുകളിലെ പ്രതികളുടെ പേര് വായിച്ചു നോക്കിയാൽ മതി. പക്ഷേ ഈ വിൽക്കുന്നവർ കൺസ്യൂം ചെയ്യുന്നില്ല എന്ന് ഉറപ്പുണ്ടോ? അത് പറയാൻ പറ്റില്ല. അവർ വിറ്റ് മറ്റുള്ളവനെ മുടിഞ്ഞ, ഞാൻ കഴിക്കുന്നില്ല, മറ്റുള്ളവനെ മുടിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം എന്നവർ കരുതുന്നില്ല. നീ കരുതുന്നില്ല, അവർ കഴിക്കുന്നുണ്ടാവാം. ഏതായാലും മദ്യം ഇപ്പോൾ ഈ ആധുനിക വികസനത്തിൻ്റെ, ടൂറിസത്തിൻ്റെയൊക്കെ ആ ഒരു അവിഭാജ്യ ഘടകമാണ്, അഭേദ്യമായ ഘടകമാണ് മദ്യം. അപ്പോൾ ആൽക്കഹോൾ എന്ന് പറയുന്നത് നിരോധിച്ചുകൊണ്ട്, ഇപ്പോൾ നമ്മൾ ഗുജറാത്തിൽ പോലും ചില സ്ഥലങ്ങളിൽ പരിമിതമായ തോതിൽ ഇന്ത്യയിൽ മദ്യനിരോധനം, സമ്പൂർണ്ണ മദ്യനിരോധനമുള്ള സംസ്ഥാനമാണ് ഗുജറാത്ത്. പക്ഷെ അവിടെയും പോലും ചില ഭാഗങ്ങളിലൊക്കെ മദ്യം കിട്ടുമെന്നാണ് ഞാൻ കേട്ടത്. എനിക്ക് അറിയില്ല, സബ്ജക്ട് ടു കറക്ഷൻ. അപ്പോൾ ഏതായാലും സൗദിയിൽ സിനു പോകുന്ന സമയത്ത് മദ്യം കിട്ടുമായിരിക്കും.
അടിച്ച് പനയുടെ ചോട്ടി കിടക്കരുത്. ഇന്ത്യയല്ല, കേരളമല്ല, കൊച്ചിയല്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.